ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? ഇന്ന് മഴയൊക്കെ ആയിട്ട് സ്കൂളിന് ലീവൊക്കെ കിട്ടി വീട്ടിലിരിക്കുന്ന ദിവസമാണല്ലേ? നമുക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാര് ഈശോയുടെ വാക്ക് കേൾക്കാതെ, ഈശോയുടെ വാക്ക് അനുസരിക്കാതെ പാപം ചെയ്ത് എന്ത് സംഭവിച്ചവർക്ക്? അവർക്ക് എന്താ സംഭവിച്ചേ? ഉറക്കെ പറ. പുറത്തായി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അതായത് അവർക്ക് സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ തെങ്ങ് കാണാറുണ്ട്, അല്ലേ? തെങ്ങ് നമുക്കറിയാമല്ലോ. തെങ്ങയിൽ തേങ്ങ കിടക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലേ? തേങ്ങ ഉണ്ടാകുമ്പോൾ എങ്ങനെയുള്ളത്? അത് ചെറുതായിട്ടാണുള്ളത്, അല്ലേ? അപ്പോ ആ ചെറിയ കരിക്ക് കുടിക്കാൻ നമുക്ക് ടേസ്റ്റ് ആണ്. അതിനകത്ത് തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് നമ്മൾ ഉപകരിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ വീട്ടിൽ അരയ്ക്കാനും കറി വെക്കാനും ഒക്കെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? അപ്പോ ഒരു തേങ്ങ അതിന്റെ പ്രായമായി വരുന്നിടം വരെയും ആ തെങ്ങിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ആ തേങ്ങ സമയമായി കഴിയുമ്പം ഉണങ്ങി തെങ്ങിൽ നിന്ന് തേങ്ങ താഴെ വീഴും നമ്മൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ എന്താണ്? ഒരു സമയം ആകാതെ തേങ്ങ താഴെ വീണ് കഴിഞ്ഞാൽ എന്ത് തേങ്ങ എന്ന് അതിന് പറയാം നമ്മള്? അല്ല, കേടായ തേങ്ങ എന്ന് പറയും, അല്ലേ? കേടായി മച്ചിങ്ങയൊക്കെ പൊഴിഞ്ഞു വീഴും, അല്ലേ? സമയമാകാതെ. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം? തെങ്ങിൽ തേങ്ങ പിടിച്ചു കിടക്കുന്നത് പോലെ നമ്മൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അനുസരിച്ച്, അവരുടെ വാക്കുകള് അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ എന്താകും? ഈ ലോകത്തിൽ ജീവിക്കുവാൻ പാകമായ വ്യക്തികളായി നമ്മൾ മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാരെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം, അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കാം. മാതാപിതാക്കന്മാർ പറയുന്ന കാര്യങ്ങള് അനുസരിച്ച് ഞങ്ങൾ ജീവിക്കും, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഈശോയോട് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ